ചുമ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. അതാണ്ട് ഈ സ്പൂണിലിരിക്കുന്ന ഔഷധം ഒരു നേരം കഴിച്ചാൽ മതി. കേരളത്തിൽ ഇപ്പോൾ പരക്കെ മഴയാണ്. മഴ കാരണം നിങ്ങൾക്കറിയാം, കൊച്ചു കുട്ടികൾക്കോ അല്ലെ പ്രായമുള്ളവർക്കോ ഒക്കെ ഈ ജലദോഷം, തുമ്മൽ, പനി, അതുപോലെ തന്നെ ചുമയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളെന്താ ചെയ്യുക? എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഏതെങ്കിലും രീതി മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞ ഇഞ്ചക്ഷനൊക്കെ എടുത്തങ്ങ് മാറും. പക്ഷേ നിങ്ങൾ മാക്സിമം ഈ ഇംഗ്ലീഷ് മരുന്നുകൾ ഈ വന്ന കാലത്ത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ചുമയോ അല്ലെങ്കിൽ ഈ കഫക്കെട്ടോ തൊണ്ടവേദനയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പുകൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന പോലെ ശക്തമായ ചുമ ഉള്ളവർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ തൊണ്ടയ്ക്ക് കഫം വന്നിരിക്കുക ഇതുപോലുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ വേണ്ടിയാണ്. അപ്പം നമുക്കൊരു 3 കൂട്ടം ഐറ്റം വെച്ച് നമുക്കിന്ന് ഈ പറഞ്ഞ ചുമയൊക്കെ പിടിച്ചു കെട്ടാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വേണ്ടുന്നത് നല്ല ശുദ്ധമായ നെയ്യാണ് കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് എടുക്കുക. പിന്നെ വേണ്ടുന്നത് ഒരു പകുതി മുറി നാരങ്ങ, ഒരുപാടൊന്നും വേണ്ട, നമുക്ക് കുറച്ച് തുള്ളി മാത്രം മതി, കുറച്ച് തുള്ളി നാരങ്ങ നീര് മാത്രം മതി. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് ഞാൻ ആ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ഇത്രത്തോളം, ഒരു നേരത്തേക്കുള്ളതാണ് ഈ ചെയ്യുന്നത് കേട്ടോ, ഇത്രത്തോളം നെയ്യ് എടുക്കുക കേട്ടോ. നെയ്യ് എടുത്തിട്ട് നമുക്ക് വേണ്ടേ ഇതിലേക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. അതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നല്ല ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്, നമുക്ക് കുറച്ച് നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇത്രത്തോളം മതി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ ഇന്ദുപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, മിക്ക വീടുകളിലും ഉണ്ടാവും. ഇന്ദുപ്പ് എടുക്കുക, നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അതാണ്ട് തീ അണയ്ക്കുക, അതാണ്ട് ഇതിലേക്ക് തീ കയറും, ആ സമയത്ത് തീ അണയ്ക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഏത് സമയത്താണ്, എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഔഷധം റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കുക, നന്നായിട്ട് തണുക്കണം. കാര്യം കുറച്ച് സമയം എടുക്കും, നെയ്യ് ആയതുകൊണ്ട് തണുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. തണുത്ത് വന്നതിന് ശേഷം നമുക്കറിയാലോ, കൂടുതലും ചുമ വരാറുള്ളത് അല്ലെങ്കിൽ ഈ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ വരാറുള്ളത് രാത്രി കാലങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്പൂൺ കുടിച്ചിട്ട് കിടന്നാൽ മതി, നമുക്ക് നല്ല സുഖമായിരിക്കും. അന്ന് രാത്രിയിൽ നമ്മൾ ചുമക്കത്തില്ല. പിന്നെ ഇത് ഒരു കാരണവശാലും റെഗുലറായിട്ട് ചെയ്യരുത്, ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്ത് നോക്കുക. നിങ്ങൾ 2 ആഴ്ച ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നും കുറവില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും, വല്ല വൈറസ് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ തന്നെ പോകണം. ആഴ്ചയിൽ 2 ദിവസം മാത്രം അല്ല, 2 ആഴ്ചയിൽ 2 നേരം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാൻ എല്ലാ വീഡിയോകളിലും പ്രത്യേകിച്ച് പറയുന്ന പോലെ അലർജി പ്രശ്നമുള്ളവർ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരൊന്നും ഇത് ചെയ്യരുത്. ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ കാര്യമാണ്. ഇതിനകത്ത് നെയ്യും ഈ പറഞ്ഞ ഇന്ദുപ്പും നാരങ്ങ നീരും മാത്രമേ ഉള്ളൂ. ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു തരത്തിലുള്ള സാധനങ്ങളും ഇല്ല. നിങ്ങളപ്പം അതൊന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. ഓക്കെ, ബൈ.